ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ഏറെ വൈകി എന്നെങ്ങനെ പറയാം? ദ നൈറ്റ് വാസ് വെരി ലേറ്റ്. രാത്രി ഏറെ വൈകി. ദ നൈറ്റ് വാസ് വെരി ലേറ്റ്. രാത്രി ഏറെ വൈകി. ദ നൈറ്റ് വാസ് വെരി ലേറ്റ്. രാത്രി ഏറെ വൈകി. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. വി വേർ ഓൾ അസ്ലീപ്. ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. വി വേർ ഓൾ അസ്ലീപ്. ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ആനയുടെ ചിഹ്നം വിളി ദൂരെ നിന്ന് കേൾക്കാം. സഡൻലി ദ എലിഫന്റ് ട്രംപ്ഡ് കോൾ വാസ് ഹേർഡ് ഫ്രം അഫാർ. പെട്ടെന്ന് ആനയുടെ ചിഹ്നം വിളി ദൂരെ നിന്ന് കേൾക്കാം. സഡൻലി ദ എലിഫന്റ് ട്രംപ്ഡ് കോൾ വാസ് ഹേർഡ് ഫ്രം അഫാർ. പെട്ടെന്ന് ആനയുടെ ചിഹ്നം വിളി ദൂരെ നിന്ന് കേൾക്കാം. ഞങ്ങൾ നാലുപാടും ചിതറിയോടി. വി ആൾ സ്കാറ്റേഡ് ആൻഡ് റാൻ. ഞങ്ങൾ നാലുപാടും ചിതറിയോടി. നാലുപാടും ചിതറിയോടി എന്നെങ്ങനെ പറയാം? വി ആൾ സ്കാറ്റേഡ് ആൻഡ് റാൻ. ഞങ്ങൾ നാലുപാടും ചിതറിയോടി. വി ആൾ സ്കാറ്റേഡ് ആൻഡ് റാൻ. ഞങ്ങൾ നാലുപാടും ചിതറി ഓടി. ഞങ്ങൾ ഓടി ഓടി മലയടിവാരത്തിൽ എത്തി. വി റാൻ ആൻഡ് റീച്ച്ഡ് ദ ഫുട് ഹിൽസ്. ഞങ്ങൾ ഓടി ഓടി മലയടിവാരത്തിൽ എത്തി. വി റാൻ ആൻഡ് റീച്ച്ഡ് ദ ഫുട് ഹിൽ. ഞങ്ങൾ ഓടി ഓടി മലയടിവാരത്തിൽ എത്തി. വാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ? ഇൻ ദ വാല്യൂ ദർ വാസ് എ സ്പ്രിംഗ്. മലയടിവാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു. ഇൻ ദ വാല്യൂ ദർ വാസ് എ സ്പ്രിംഗ്. മലയടിവാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു. വാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം? ഇൻ ദ വാല്യൂ ദർ വാസ് എ സ്പ്രിംഗ്. മലയടിവാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു. ഇൻ ദ വാല്യൂ ദർ വാസ് എ സ്പ്രിംഗ്. മലയടിവാരത്തിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു. ക്ഷീണവും അകറ്റി എന്നെങ്ങനെ പറയാം? ഡ്രിങ്ക് വാട്ടർ ടു quench യുവർ തേഴ്സ്റ്റ് ആൻഡ് ഫാറ്റിഗ്. വെള്ളം കുടിച്ച് ദാഹവും ക്ഷീണവും അകറ്റി. ഡ്രിങ്ക് വാട്ടർ ടു quench യുവർ തേഴ്സ്റ്റ് ആൻഡ് ഫാറ്റിഗ്. വെള്ളം കുടിച്ച് ക്ഷീണവും ദാഹവും അകറ്റി. നേരം പരപര വെളുത്തു. ബൈ ദെൻ ദ ടൈം became bright. അപ്പോഴേക്കും നേരം പരപര വെളുത്തു. ബൈ ദെൻ ദ ടൈം became bright. അപ്പോഴേക്കും നേരം പരപര വെളുത്തു. ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ദർ വാസ് എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ധാരാളം സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ദർ വാസ് എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ധാരാളം സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു കാർമേഘം പോലെ ഉരുണ്ടുകൂടി എന്നെങ്ങനെ പറയാം? ദാറ്റ് ഈസ് ലൈക്ക് എ ക്ലൗഡ് റോൾഡ് അപ്പ്. അതൊരു കാർമേഘം പോലെ ഉരുണ്ടുകൂടി. ദാറ്റ് ഈസ് ലൈക്ക് എ ക്ലൗഡ് റോൾഡ് അപ്പ്. അതൊരു കാർമേഘം പോലെ ഉരുണ്ടുകൂടി. കഴിഞ്ഞാൽ ആകെ ഒരു ആശ്വാസം എന്നെങ്ങനെ പറയാം? ദർ ഈസ് സം റിലീഫ് ആഫ്റ്റർ ഇറ്റ് റൈൻസ്. പെയ്തു കഴിഞ്ഞാൽ ആകെ ഒരു ആശ്വാസം. ദർ ഈസ് സം റിലീഫ് ആഫ്റ്റർ ഇറ്റ് റൈൻസ്. പെയ്തു കഴിഞ്ഞാൽ ആകെ ഒരു ആശ്വാസം. ആശ്വാസം എന്നിങ്ങനെ പറയാം? ദർ ഈസ് സം റിലീഫ് ആഫ്റ്റർ ഇറ്റ് റൈൻസ്. പെയ്തു കഴിഞ്ഞാൽ ആകെ ഒരു ആശ്വാസം. ദർ ഈസ് സം റിലീഫ് ആഫ്റ്റർ ഇറ്റ് റൈൻസ്. പെയ്തു കഴിഞ്ഞാൽ ആകെ ഒരു ആശ്വാസം. ഭാരം ഒഴിഞ്ഞ പോലെ ലൈക്ക് എ വെയിറ്റ് ഓഫ്
ഒരു ഭാരം ഒഴിഞ്ഞ പോലെ. ലൈക്ക് എ വെയിറ്റ് ഓഫ്, ഒരു ഭാരം ഒഴിഞ്ഞ പോലെ. എനിക്കെപ്പോഴും നേരമുള്ളൂ. ഐ ഓൺലി ഹാവ് ടൈം ടു സേ ദിസ്, ഇത് പറയാനേ എനിക്കെപ്പോഴും നേരമുള്ളൂ. ഐ ഓൺലി ഹാവ് ടൈം ടു സേ ദിസ്, ഇത് പറയാനേ എനിക്കെപ്പോഴും നേരമുള്ളൂ. ഞാൻ എനിക്കെപ്പോഴും നേരമുള്ളൂ എന്നെങ്ങനെ പറയാം? ഐ ഓൺലി ഹാവ് ടൈം ടു ഡു ദിസ്, ഇത് ചെയ്യാനേ എനിക്കെപ്പോഴും നേരമുള്ളൂ. ഐ ഓൺലി ഹാവ് ടൈം ടു ഡു ദിസ്, ഇത് ചെയ്യാനേ എനിക്കെപ്പോഴും നേരമുള്ളൂ. എൻ്റെ വിധി. ദിസ് വിൽ ബി മൈ ഫേറ്റ് ടു ഈറ്റ്, ഇത് തിന്നാനാവും എൻ്റെ വിധി. ദിസ് വിൽ ബി മൈ ഫേറ്റ് ടു ഈറ്റ്, ഇത് തിന്നാനാവും എൻ്റെ വിധി. സമാധാനിച്ചു എന്നെങ്ങനെ പറയാം? ഫൈനലി ഐ മെയ്ഡ് പീസ്, അതോർത്ത് ഞാൻ സമാധാനിച്ചു. ഫൈനലി ഐ മെയ്ഡ് പീസ്, അതോർത്ത് ഞാൻ സമാധാനിച്ചു. ഞാൻ കിടന്നുറങ്ങി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു സ്ലീപ്പ് തിങ്കിങ് ദാറ്റ് അബൌട്ട്, അതോർത്ത് ഞാൻ കിടന്നുറങ്ങി. ഐ വെൻറ്റ് ടു സ്ലീപ്പ് തിങ്കിങ് ദാറ്റ് അബൌട്ട്, അതോർത്ത് ഞാൻ കിടന്നുറങ്ങി. കിടന്നുറങ്ങി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു സ്ലീപ്പ് തിങ്കിങ് അബൌട്ട് ദാറ്റ്, അതോർത്ത് ഞാൻ കിടന്നുറങ്ങി. ഐ വെൻറ്റ് ടു സ്ലീപ്പ് തിങ്കിങ് അബൌട്ട് ദാറ്റ്, അതോർത്ത് ഞാൻ കിടന്നുറങ്ങി. പെയ്യും എന്ന് തോന്നുന്ന മഴയെപ്പോലെ. ലൈക്ക് ദ റെയിൻ ദാറ്റ് സീംസ് ടു ഫാൾ നൗ, ഇപ്പം പെയ്യും എന്ന് തോന്നുന്ന മഴയെപ്പോലെ. ലൈക്കും എന്ന് തോന്നുന്ന മഴയെപ്പോലെ. ലൈക്ക് ദ റെയിൻ ദാറ്റ് സീംസ് ടു ഫാൾ നൗ, ഇപ്പം പെയ്യും എന്ന് തോന്നുന്ന മഴയെപ്പോലെ. ലൈക്ക് ദ റെയിൻ ദാറ്റ് സീംസ് ടു ഫാൾ നൗ, ഇപ്പം പെയ്യും എന്ന് തോന്നുന്ന മഴയെപ്പോലെ. ഞാനെന്നും പറയുന്ന പോലെ പറയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.